وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قلنا ادخلوا هذه القرية فكلوا منها من حيث شئتم رغدا وادخلوا الباب سجدا وقولوا حتة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അർഹമർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹലായ ഫളല്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 57, 58, 59 3 ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു ഈ പാരായണവും ഇരുത്തവും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ബനൂ ഇസ്രായീൽ എന്ന് പറയപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് അല്ലാഹു ഈ ഭൂമി ലോകത്ത് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ സംബന്ധിച്ചാണ്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടത് അതാണ്, അതിന്റെ തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലൽനാ അലൈക്കുമുൽ ഗമാമ, നാം അവർക്ക് മേഘത്തെ തണലിട്ട് കൊടുത്തു. മേഘം, കാർമേഘം, മേഘത്തിനെ നാം അവർക്ക് തണലിട്ട് കൊടുത്തു. അഥവാ ഇമാം നസായി റഹ്മഹുല്ലാഹ് സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മേഘം എന്ന് പറയുമ്പോൾ മഴയുടെ മേഘമല്ല. മഴയുടെ മേഘം കറുത്തിരുണ്ടതാണ്. മഴ പെയ്യാൻ പോകുമ്പോൾ ഒരു മേഘം വരെ അത് കറുത്തിരുണ്ടാണ് കാണുക. എന്നാൽ ഇവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടയായി ഇട്ടുകൊടുത്ത മേഘം ഏറ്റവും വെളുത്ത മേഘമാണ്. അതോ തീഹ് മരുഭൂമിയിലാണ് ഇത് സംഭവിച്ചത്. അതികഠിനമായ സൂര്യന്റെ ചൂട് വല്ലാതെ ഇവരെ വിഷമിപ്പിച്ചപ്പോ കാൽപാദങ്ങൾ മണൽത്തരികളിൽ പൊള്ളാൻ തുടങ്ങി, ശരീരത്തിൽ വിയർപ്പുകൾ പൊഴിയാൻ തുടങ്ങി. ചൂടുകൊണ്ട് വല്ലാതെ അവർ വിഷമിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മീതെ വെളുത്ത മേഘത്തെ തണലായിട്ട് കൊടുത്തു. തീഹ് മരുഭൂമിയിൽ വെച്ച്. എന്നിട്ട് വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഭക്ഷണമായ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ മാംസവും അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നൽകുകയുണ്ടായി. എന്നിട്ട് റബ്ബ് പറഞ്ഞു, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത വിശിഷ്ട വിഭവങ്ങളെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. പക്ഷെ
പക്ഷേ അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുകയുണ്ടായി. വമാ ലലമൂന, അല്ലാഹു പറഞ്ഞു വമാ ലലമൂന, അവർ നമ്മളോടല്ല അക്രമം കാണിച്ചത്, പക്ഷേ വലാകിൻ കാനൂ അൻഫുസഹും യദലിമൂൻ, അവരവരുടെ ശരീരത്തോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചത്. അവർ പാപകർമ്മങ്ങൾ ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് അക്രമം ചെയ്തവരായി മാറി. അതാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞ രണ്ട് നിഅമത്താണ്. ഒന്ന്, തീഹ് മരുഭൂമിയിൽ വെച്ച് ശക്തമായ വെയിലിന്റെ ചൂട്, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അത്ഭുതകരമായ നിലയിൽ അള്ളാഹു മേഘത്തെ തണലിട്ട് കൊടുത്തു, മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു. രണ്ടാമത്, സ്വർഗീയ ഭക്ഷണമായ മന്നും സൽവയും, അത് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നാം അവർക്ക് ഇറക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്. അല്ലാഹു പറഞ്ഞ നാം അവർക്ക് ഇറക്കി കൊടുത്തു, ആകാശ ലോകത്ത് നിന്ന് അവർക്ക് ഇറക്കിക്കൊടുത്തു മന്നും സൽവയും, അഥവാ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചി. ഹദീസിൽ കാണാൻ കഴിയും, അസലുക്കും ഹാദാ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിനൽ മൻ. ബഹുമാനപ്പെട്ട ഇമാം ശുഅബി റഹ്മത്തുള്ളാഹി തആല അലൈഹി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, സാധാരണ നമ്മൾ ഭക്ഷിക്കുന്ന തേൻ, തേനീച്ചയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തേൻ, ആ തേൻ അള്ളാഹു ഇറക്കിക്കൊടുത്ത മഞ്ഞ്, ആ മഞ്ഞിന്റെ 70 ജുസുകളിൽ 70 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷിക്കുന്ന ഈച്ചയിൽ നിന്ന് എടുക്കുന്ന തേന്, അത് ചെറുതേനാകട്ടെ വൻതേനാകട്ടെ, ആ തേന് മഞ്ഞ് എന്ന് പറയുന്ന പ്രയോഗിച്ച മഞ്ഞിൽ നിന്നും അതിന്റെ 70 ജുസുകളിൽ 70 ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗമാണ് എന്ന് പറയുന്നു. മഹാനായ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖംഅതു മിനൽ മൻ വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ. കുമിള് എന്നല്ല പറയുന്നത്, കൂണ്. സാധാരണ കൂണ് ഇപ്പൊ ഉണ്ടാക്കുന്ന കൂണല്ല, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണുണ്ടല്ലോ, അത് നിർമ്മിതമായ കൂണാണ്. പുതുമഴ പെയ്യുമ്പോ, ഇടിയിടിക്കുമ്പോ മരത്തിന്റെ ചുവട്ടിലും നമ്മുടെ പറമ്പിലും ഒക്കെ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തി വരുന്ന, മുളച്ചു വരുന്ന കൂണുണ്ടല്ലോ, ആ കൂണ് മഞ്ഞിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഞ്ഞ് സ്വർഗ ഭക്ഷണമാണ്. അതിന്റെ വെള്ളം, ആ കൂണിൽ പിഴിഞ്ഞാൽ ആ പിഴിഞ്ഞ് കിട്ടുന്ന വെള്ളം കണ്ണ് രോഗത്തിന് ശമനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ രോഗത്തിന് ശമനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അൽ അജ്വതു മിനൽ ജന്ന. മദീനയിൽ മാത്രമായി പ്രത്യേകം കാണുന്ന ഈത്തപ്പഴമാണ് അജ്വ എന്ന് പറയപ്പെടുന്ന ഈത്തപ്പഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് നടുകയും ആ നട്ട ആ ഈത്തപ്പഴയാണ് അജ്വ എന്ന് പറയപ്പെടുന്നത്. അതിന്റെ പ്രത്യേകതയുണ്ട്. അൽ അജ്വ മിനൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജ്വ അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ളതാണ്, സ്വർഗ്ഗപഴമാണ് അജ്വ. വഫീഹാ ശിഫാഉൻ മിനസ് സം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷരോഗത്തിന് ശമനമുണ്ടെന്ന് പറഞ്ഞു. അജ്വ വിഷം ഉള്ള രോഗങ്ങൾക്ക്, വിഷരോഗങ്ങൾക്ക് അത് ശമനമാണ്, ശിഫയാണ് എന്ന് പറഞ്ഞു. അൽ ഖംഅതു മിനൽ മൻ, കൂണ് അല്ലെങ്കിൽ കുമിള് എന്ന് പറയുന്നത് അത് മഞ്ഞിൽപ്പെട്ടതാണ്. വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ, അതിന്റെ വെള്ളം കണ്ണ് രോഗങ്ങൾക്ക് ശമനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. കൂണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്തദാവറു ഫി ശജറത്തില്ലത്തി ഇജ്തുസ്തത് മിൻ ഫൗഖിൽ അർദി. ഭൂമിയുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ സമയത്ത് മുളപ്പിക്കുന്ന ഒന്നാണ് ഈ കൂണ് എന്ന് പറയപ്പെടുന്നത്. എടുത്തു പറഞ്ഞതാണ്.
അടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറ്റൊരു നിഅമത്ത് കേട്ടോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബനൂ ഇസ്രായീലിന്റെ ഫിർഔനിന്റെ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിലേക്കാണ്, ഫലസ്തീനിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പരിശുദ്ധമായ നാടാണ്. അവിടേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ട മര്യാദയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ പ്രവേശിച്ചു കൊള്ളുക. ചെങ്കടലിൽ താണ്ടി മറുകരയിലെത്തി ഇനി അടുത്തൊരു നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നാട്ടിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണമായി ഉപയോഗിച്ചു കൊള്ളുക, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ ഈ നഗര കവാടം കടന്നു വരേണ്ടത് നിങ്ങൾ സുജൂദിലായിക്കൊണ്ട് അഥവാ തല കുരിച്ചു കൊണ്ടിട്ടായിരിക്കണം ഈ നാടിലേക്ക് നിങ്ങൾ ഈ നാട് കവാടത്തിലൂടെ നഗര കവാടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, എന്ന് നിങ്ങൾ പറയണം, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന പശ്ചാത്താപത്തോടുകൂടി നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യണം. എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് നമ്മൾ പുറത്തു തരുന്നതാണ്. മാത്രമല്ല മുഹ്സിനീങ്ങളായ ആളുകൾക്ക് അഥവാ സുഹൃതികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ ഈ നാട്ടിലേക്ക് ഇനി നിങ്ങളെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ഭരണാധികാരിയെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു അക്രമികളെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പവിത്രമായ നാട്ടിൽ നിങ്ങൾ പ്രവേശിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ യഥേഷ്ടം സുഭിക്ഷമായി നിങ്ങൾ ആഹരിച്ച് സന്തോഷത്തോടെ നിങ്ങൾ കഴിക്കണം. അന്ന് കൊടുക്കുന്ന ഒരു അനുഗ്രഹം നോക്കണം, ഒരു ഓഫർ നോക്കണം. പക്ഷേ 2 കണ്ടീഷൻ ഉണ്ട്. എന്താ 2 കണ്ടീഷൻ? ഈ നഗര കവാടത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോ സുജൂദിലായി അഥവാ തല കുനിച്ചു കൊണ്ടിട്ട് വിനയാന്വിതരായി വളരെ എളിമയോടെ ആയിരിക്കണം നിങ്ങൾ ഈ നാട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. നഗര കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നിങ്ങൾ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾ ചൊല്ലേണ്ടത്, അല്ലാഹുവേ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന പശ്ചാത്താപത്തിന്റെ വചനങ്ങളായിരിക്കണം. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഈ കാണുന്ന അത്ഭുതങ്ങളൊന്നുമല്ല. നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരികയും ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, ഈ അനുഗ്രഹങ്ങളെക്കാൾ അധികം നിഅമത്തുകൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയും ചെയ്യാം. അല്ലാഹു അവർക്ക് ഓഫറും കൊടുത്തു. പക്ഷേ അവരെന്താ ചെയ്തത്? ബനൂ ഇസ്രായേലുകാർ എന്താ ചെയ്തത്? فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ. അല്ലാഹു അവരോട് പറയാൻ വേണ്ടി പറഞ്ഞ ആ പദത്തിന് പകരം അവർ വേറെ വാക്കുകളാണ്, അതിൽ അക്രമികളായ ആളുകൾ അവരോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾക്ക് പകരം മറ്റൊരു വാക്കാണ് അവർ പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചത്. പുറകെ വരുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? അവരോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, ആ ആവശ്യപ്പെട്ട വാക്കിന് അവർ പറയേണ്ട വാക്കുകൾക്ക് പകരം എന്താണ് അവർ പറഞ്ഞത്? ആ വാക്ക് പുറകെ ഇൻഷാല്ലാ ആയത്തിൽ വരുന്നുണ്ട്. ആ അല്ലാഹ് പറഞ്ഞ ആ വാക്കിന് വിപരീതമാണ് അവർ പ്രവർത്തിച്ചത്. فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ. പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട ആ വാക്കിന് പകരം വാക്ക് ആ അക്രമികൾ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രവേശിച്ചത്. അങ്ങനെ വന്നപ്പോ وَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا. ആ അക്രമി കൂട്ടരുടെ മേൽ നാം ഇറക്കി, അവരുടെ മേൽ നാം ശിക്ഷ ഇറക്കി. ആകാശത്ത് നിന്ന് അവരുടെ മേൽ ശിക്ഷ ഇറക്കി. ബിമാ കാനൂ യഫ്സുഖൂൻ. അവര് പാപം പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഫിസ്ക് പ്രവർത്തിച്ചതിന്റെ പേരിൽ
അധർമ്മം കാണിച്ചതിന്റെ പേരിൽ തീർച്ചയായും ആകാശ ലോകത്ത് നിന്ന് അവരുടെ മേൽ നാം ശിക്ഷ ഇറക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലി സമൂഹത്തിന് ഭൂമി ലോകത്ത് ചെയ്തു കൊടുത്ത ഓരോ നിഅമത്തുകളെയും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം അവർക്ക് കിട്ടിയിരിക്കുന്ന നിഅമത്ത്, അവസാനത്തെ ഉമ്മത്ത്, ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉമ്മത്ത്, കൈകാലുകൾ വെളുത്ത് പ്രകാശിച്ചവരായി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നാളെ ഖിയാമത്ത് നാളിൽ തിരിച്ചറിയുന്ന ഉമ്മത്ത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഉമ്മത്ത്, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്ന ഉമ്മത്ത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ആഖിർ ഉമ്മ. ആ ഉമ്മത്ത് ഇത്രമേൽ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നുവെങ്കിൽ ഈ ബനൂ ഇസ്രായേലിന് നന്ദികേട് കാണിച്ചതുപോലെ, നന്ദി കെട്ടവന്മാരായതുപോലെ നിങ്ങളും ആകരുത് കേട്ടോ. നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായി തീരണം, നന്ദിയുള്ളവരായി തീരണം. എങ്കിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ നിങ്ങൾക്ക് അധികരിപ്പിച്ച് നൽകും എന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹു മുമ്പ് കഴിഞ്ഞു പോയ വലിയൊരു സമൂഹത്തിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുന്നത്, ചരിത്രത്തിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും നമുക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, അറിവാകട്ടെ, സൗന്ദര്യമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇത് ഈ ഭൂമി ലോകത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ നിഅമത്താണ്, പടച്ചവന്റെ നിഅമത്താണ്. ആ നിഅമത്തിനെ നാം തിരിച്ചറിയുകയും അതിനനുസരിച്ച് അതിന് തത്തുല്യമായ ശുക്ർ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുകയില്ല. അഥവാ നമ്മുടെ മൗത്ത് വരുന്നത് വരെ നമ്മൾ സുജൂദിൽ കടന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞാലും റബ്ബ് ചെയ്തു തന്ന ചെറിയ ഒരു നിഅമത്തിന് നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിയുകയില്ല. അത്രമേൽ നിഅമത്തുകൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ ഓരോ സെക്കൻഡുകളിലും, ഓരോ മൈക്രോ സെക്കൻഡുകളിലും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആസ്വദിച്ചു കൊണ്ടിട്ടാണ് ചില ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കഴിയുന്നു. പടച്ചവനല്ലാത്തവരിലേക്ക് ആളുകൾ പോകുന്നു. പടച്ചവൻ വിളിക്കുമ്പോൾ അവന്റെ വിളിക്കുത്തരം ചെയ്യുന്നില്ല, മയക്കത്തിലും ഉറക്കത്തിലുമായി കഴിയുന്നു. നഊദുബില്ലാ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ നമ്മൾ ഉണരാനും നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോകുന്ന പാകപ്പിഴവുകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും يظلمون وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا
من السماء بما كانوا يفسقون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.